പത്തനംതിട്ടയിൽ CPI നേതാവ് കോൺഗ്രസിൽ ചേർന്നു. CPI ജില്ലാ കൌൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൾ ഷുക്കൂറാണ് കോൺഗ്രസിൽ ചേർന്നത്. LDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവായിരുന്നു ഷുക്കൂർ. ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കൂടുതൽ CPI നേതാക്കൾ കോൺഗ്രസിൽ ചേരുമെന്നും പാർട്ടി വിട്ടതിന് പിന്നാലെ ഷുക്കൂർ പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ CPI നേതൃത്വവുമായി ഇടഞ്ഞതിനെ തുടർന്നാണ് CPI ജില്ലാ കൌൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. LDFന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവായിരുന്നു അബ്ദുൾ ഷുക്കൂർ. CPIയുടെ വ്യാപാരി സംഘടനയായ വ്യാപാരി വ്യവസായി ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റായും 14 വർഷത്തോളം CPI പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു ഇദ്ദേഹം. CPIയുടെ 2 അംഗങ്ങൾ മാത്രമുള്ള ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന ആളെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് ഉചിതമായില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംഘടനയുമായുള്ള വിയോജിപ്പാണ് പാർട്ടി വിടാൻ കാരണമെന്നും പ്രവർത്തിക്കാൻ നല്ലത് കോൺഗ്രസ് ആണെന്നും നേതാക്കളടക്കം കൂടുതൽ സഖാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്നും പാർട്ടി വിട്ടതിന് പിന്നാലെ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മതേതരത്വ മൂല്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമാണ്. അബ്ദുൾ ഷുക്കൂറിനെ DCC ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഷാൾ അണിയിച്ച് അംഗത്വം നൽകി സ്വീകരിച്ചു. തീർച്ചയായും നാളെയും കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരും. കോന്നി വിജയകുമാർ CPMന്റെ നേതാവ് കോന്നി വിജയകുമാർ വന്നു കഴിഞ്ഞു. അങ്ങനെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും UDFിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളുടെ ചുമതലയുണ്ടായിരുന്ന അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടതിന്റെ ഞെട്ടലിലാണ് CPI ജില്ലാ നേതൃത്വം. വിഭാഗീയതയുടെ പേരിൽ മുൻപും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടയാളാണ് അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം പ്രതിരോധിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.